നമ്മുടെ ഫോണിൽ ബാങ്കിംഗ് ആപ്പ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കണം. കാരണം നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ നമ്മുടെ ഫോണിൽ വെച്ചിരിക്കുന്ന ചില സെറ്റിംഗ്സ് കാരണം നമ്മുടെ ബാങ്ക് ഇൻഫർമേഷൻ, OTP, കാർഡ് ഡീറ്റെയിൽസ്, SMS തുടങ്ങിയ സ്വകാര്യ വിവരങ്ങൾ മറ്റുള്ളവർക്ക് കാണാനോ ചില ആപ്ലിക്കേഷൻസിന് ആക്സസ് ചെയ്യാനോ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് നമ്മുടെ ഫോണിൽ വരുന്ന ബാങ്ക് ട്രാൻസാക്ഷൻ SMS, OTP, പേയ്മെന്റ് കൺഫർമേഷൻ കോഡ് എന്നിവ വളരെ പ്രധാനപ്പെട്ട വിവരങ്ങളാണ്. ഫോൺ കുറച്ച് സമയം മറ്റൊരാളുടെ കയ്യിൽ പോയാലും അല്ലെങ്കിൽ നമ്മളുടെ ഫോണിൽ ആവശ്യമില്ലാത്ത ഒരു ആപ്ലിക്കേഷന് പെർമിഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അത് പ്രൈവസിക്കും സെക്യൂരിറ്റിക്കും വലിയ പ്രശ്നമാകാം. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബാങ്കിംഗ് ആപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും ആൻഡ്രോയിഡ് ഫോണിൽ പരിശോധിക്കേണ്ട 5 പ്രധാനപ്പെട്ട സെറ്റിംഗ്സുകളെ കുറിച്ചാണ്. അപ്പോൾ സമയം കളയാതെ ഓരോ സെറ്റിംഗ്സും എങ്ങനെ പരിശോധിക്കാമെന്ന് നോക്കാം. ആദ്യത്തെ സെറ്റിംഗ്സ് വളരെ സിമ്പിളാണ്. നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നാൽ, പണം പോയാൽ അല്ലെങ്കിൽ OTP വന്നാൽ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പലപ്പോഴും നമ്മുടെ ഫോണിൻ്റെ ലോക്ക് സ്ക്രീനിൽ തന്നെ കാണാം. ഉദാഹരണത്തിന് യുവർ OTP ഈസ് 123456 അല്ലെങ്കിൽ ഡെബിറ്റഡ് ഫ്രം യുവർ അക്കൗണ്ട് എന്ന രീതിയിലുള്ള വിവരങ്ങൾ ലോക്ക് സ്ക്രീനിൽ കാണിച്ചേക്കാം. നിങ്ങൾ ഫോൺ മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണെങ്കിൽ പോലും നിങ്ങളുടെ അടുത്തുള്ള ഒരാൾക്ക് ഈ വിവരങ്ങൾ വായിക്കാൻ സാധിക്കും. അതുകൊണ്ട് ബാങ്കിംഗ് ആപ്പിൻ്റെ നോട്ടിഫിക്കേഷനിൽ ലോക്ക് സ്ക്രീനിന്റെ കണ്ടന്റ് കാണിക്കുന്നത് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് ചെയ്യാൻ ആദ്യം നിങ്ങളുടെ ബാങ്കിംഗ് ആപ്പിൽ ലോങ് പ്രസ് ചെയ്ത് പിടിക്കുക. ശേഷം അവിടെ ആപ്പ് ഇൻഫോ എന്ന ഓപ്ഷൻ കാണും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസിൽ നോട്ടിഫിക്കേഷൻ എന്ന ഓപ്ഷൻ തുറക്കുക. നിങ്ങൾ ഈ ഓപ്ഷൻ ഇവിടെ നിന്ന് ഓഫ് ചെയ്യുക. ഇതോടെ ബാങ്കിംഗ് ആപ്പിൽ നിന്ന് വരുന്ന നോട്ടിഫിക്കേഷൻ ലോക്ക് സ്ക്രീനിൽ വന്നാലും അതിലെ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് നേരിട്ട് കാണാൻ സാധിക്കില്ല. ഇനി അടുത്ത സെറ്റിംഗ്സ് കുറച്ചുകൂടി പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഡെബിറ്റ് കാർഡ് അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV തുടങ്ങിയ വിവരങ്ങൾ പലപ്പോഴും ഓട്ടോഫിൽ ആയി സേവ് ചെയ്യാറുണ്ട്. ഗൂഗിൾ ഓട്ടോഫിൽ സൗകര്യപ്രദമായതിനാൽ പിന്നീട് പേയ്മെന്റ് ചെയ്യുമ്പോൾ ഈ വിവരങ്ങൾ ഓട്ടോമാറ്റിക്കലി ഫിൽ ചെയ്യാൻ സാധിക്കും. പക്ഷേ സെക്യൂരിറ്റി കോഡ് പോലുള്ള വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യുന്നത് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ സെറ്റിംഗ്സ് പരിശോധിക്കണം. ഇതിനായി ആദ്യം നിങ്ങൾ ഹോം സ്ക്രീനിലേക്ക് വന്നതിന് ശേഷം മൊബൈലിലെ സെറ്റിംഗ്സ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ നിങ്ങൾ തുറക്കുക. അതിനുശേഷം നിങ്ങൾ ഓൾ സർവീസ് തിരഞ്ഞെടുക്കുക. പിന്നീട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വന്ന് ഓട്ടോഫിൽ ആൻഡ് പാസ്വേഡ് എന്ന സെക്ഷൻ കണ്ടെത്തുക. ഇവിടെ നിങ്ങൾക്ക് ഓട്ടോഫിൽ വിത്ത് ഗൂഗിൾ എന്ന ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ പ്രിഫറൻസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക. ചില ഫോണുകളിൽ ഇവിടെ പാറ്റേൺ അല്ലെങ്കിൽ സ്ക്രീൻ ലോക്ക് ഉപയോഗിച്ച് വെരിഫൈ ചെയ്യാൻ ആവശ്യപ്പെടാം. വെരിഫൈ ചെയ്ത ശേഷം സേവ് സെക്യൂരിറ്റി കോഡ് എന്ന ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് ഓഫ് ചെയ്യുക. ഇതോടെ സെക്യൂരിറ്റി കോഡ് ഓട്ടോമാറ്റിക്കലി സേവ് ചെയ്യുന്നത് ഒഴിവാക്കാം. ഇതിനുശേഷം ബാക്ക് പോയി ഹോം സ്ക്രീനിലേക്ക് വരിക. ഇനി നമ്മുടെ ബാങ്കിംഗ് സെക്യൂരിറ്റിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യം പരിശോധിക്കാം. നമ്മുടെ ബാങ്കിൽ നിന്ന് വരുന്ന OTP, ട്രാൻസാക്ഷൻ അലേർട്ട്, പേയ്മെന്റ് കൺഫർമേഷൻ SMS തുടങ്ങിയവ നമ്മുടെ ഫോണിൽ മാത്രം കാണുന്നതാണോ അതോ മറ്റേതെങ്കിലും ഡിവൈസിലേക്ക് മെസ്സേജ് സിൻസ് ചെയ്യുന്നുണ്ടോ എന്നത് പരിശോധിക്കണം. അതിനായി ആദ്യം നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലെ മെസ്സേജിംഗ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം മുകളിൽ വലതുവശത്ത് കാണുന്ന നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചറിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ നിങ്ങൾക്ക് ഡിവൈസ് പെയറിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മെസ്സേജ് മറ്റേതെങ്കിലും കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടാബ്ലറ്റുമായി പെയർ ചെയ്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കുക. എൻ്റെ ഡിവൈസ് പെയർ ഓപ്പൺ ചെയ്തപ്പോൾ ഇപ്പോൾ പെയർഡ് ഡിവൈസ് എന്നുള്ളതിൽ 0 എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു ഡിവൈസ് ഇവിടെ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ തന്നെ മുമ്പ് കണക്ട് ചെയ്ത ഡിവൈസ് അല്ലെങ്കിൽ ആ ഡിവൈസിൽ നിന്ന് അൺപെയർ ചെയ്യുക. കാരണം ഗൂഗിൾ മെസ്സേജിന്റെ ഡിവൈസ് പെയറിംഗ് ഉപയോഗിച്ചാൽ നിങ്ങളുടെ മെസ്സേജ് മറ്റൊരു കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ടാബ്ലറ്റിലും കാണാൻ സാധിക്കും. അതിനാൽ ബാങ്കിംഗ് OTP ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട SMSകൾ മറ്റൊരു ഡിവൈസിലേക്ക് കാണുന്ന സാഹചര്യമുണ്ടോ എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. ശേഷം ബാക്ക് പോയി ഹോം സ്ക്രീനിലേക്ക് തന്നെ വരിക. ഇനി പ്രൈവസിയുമായി ബന്ധപ്പെട്ട ഒരു സെറ്റിംഗ്സ് നോക്കാം. നമ്മൾ ഗൂഗിൾ പേ പോലുള്ള പേയ്മെന്റ് സർവീസ് ഉപയോഗിക്കുമ്പോൾ ചില പർച്ചേസും പേയ്മെന്റും സംബന്ധിച്ച ആക്ടിവിറ്റി ഗൂഗിൾ അക്കൗണ്ടിൽ സേവ് ചെയ്യപ്പെടാം. ഉദാഹരണത്തിന് പേയ്മെന്റ് എമൗണ്ട്, ട്രാൻസാക്ഷൻ സംബന്ധിച്ചുള്ള വിവരങ്ങൾ, ഡേറ്റ് തുടങ്ങിയവ. ഇത് നേരിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സെറ്റിംഗ്സ് അല്ല. പക്ഷേ പ്രൈവസി പ്രാധാന്യമുള്ളവർക്ക് ഇത് പരിശോധിക്കാവുന്നതാണ്. ഇതിനായി നിങ്ങൾ വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം
താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഗൂഗിൾ ഓപ്പൺ ചെയ്യുക. പിന്നീട് ഓൾ സർവീസ് തുറക്കുക. ഇവിടെ താഴേക്ക് സ്ക്രോൾ ചെയ്ത് ഓട്ടോ ഫിൽ വിത്ത് ഗൂഗിൾ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഗൂഗിൾ വാലറ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ മുകളിലുള്ള 3 ബാറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം സെറ്റിംഗ്സ് തിരഞ്ഞെടുക്കുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ മാനേജ് ഗൂഗിൾ പേ ഡാറ്റ ഇൻ മൈ ആക്ടിവിറ്റി എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. ഇവിടെ നിങ്ങളുടെ പേയ്മെന്റ് ആക്ടിവിറ്റി പരിശോധിക്കാനും ആവശ്യമായാൽ പഴയ ആക്ടിവിറ്റി ഡിലീറ്റ് ചെയ്യാനും കഴിയും. ഇനി പറയാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ആണ്. നമ്മുടെ ബാങ്കിൽ നിന്ന് വരുന്ന OTP സാധാരണയായി SMS വഴിയാണ് ലഭിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഫോണിൽ ഏതൊക്കെ ആപ്ലിക്കേഷൻസിന് SMS പെർമിഷൻ നൽകിയിട്ടുണ്ട് എന്ന് ഇടയ്ക്കിടെ പരിശോധിക്കുന്നത് നല്ലതാണ്. ഇത് ചെക്ക് ചെയ്യാൻ ആദ്യം നിങ്ങൾ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. ശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്തതിനു ശേഷം സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി എന്നുള്ള ഓപ്ഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. പിന്നീട് വരുന്ന ഇന്റർഫേസിൽ പെർമിഷൻ മാനേജർ നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിനുശേഷം വരുന്ന ഇന്റർഫേസിൽ താഴേക്ക് സ്ക്രോൾ ചെയ്താൽ SMS എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. നിങ്ങൾ അത് തിരഞ്ഞെടുക്കുക. ഇവിടെ നിങ്ങളുടെ ഫോണിലെ ഏതൊക്കെ ആപ്പിന് SMS ആക്സസ് ഉണ്ടെന്ന് കാണാം. നിങ്ങൾ തന്നെ ഇൻസ്റ്റാൾ ചെയ്തതും SMS ആക്സസ് ആവശ്യമില്ലാത്തതുമായ ഒരു ആപ്ലിക്കേഷൻ ഇവിടെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഓപ്പൺ ചെയ്തതിനു ശേഷം ഡോണ്ട് അലോ എന്ന് തിരഞ്ഞെടുക്കുക. നമ്മുടെ ബാങ്കിങ് ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് അനാവശ്യമായി കാണപ്പെടുന്നതും ആവശ്യമില്ലാത്ത ആപ്ലിക്കേഷൻസിന് പെർമിഷൻ ലഭിക്കുന്നതും കുറയ്ക്കാൻ ഇത്തരം സെറ്റിംഗ്സ് സഹായിക്കും. അതുകൊണ്ട് വീഡിയോ കണ്ട ഉടൻ തന്നെ നിങ്ങളുടെ ഫോണിൽ ഈ സെറ്റിംഗ്സ് ഓരോന്നായി നിങ്ങൾ പരിശോധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.